വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ പോവാ. ബാക്കി സാധാരണ തൊഴിലാളികൾക്ക് അത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ തൊഴിൽ നഷ്ടം ഉണ്ടാകും. അത് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴോ ചികിത്സയിൽ വലിയ മാറ്റം ഉണ്ടാവും. മനുഷ്യന്റെ ആയുർനിരക്ക് കൂടും. 100 വയസ്സ് വരെ 125 വയസ്സ് വരെ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങും. പുതിയ സാങ്കേതിക വിദ്യയാണ്, പുതിയൊരു ലോക സൃഷ്ടിയാണ്, പുതിയ നിലയിലേക്ക് അത് മാറുക. അത്തരമൊരു കാലത്ത് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് വ്യാപിച്ച് ജോലി ചെയ്യുന്ന മലയാളികളുടെ സ്ഥിതി എന്താവും? കോവിഡിന്റെ മുന്നിൽ നമ്മൾ കണ്ടില്ലേ? തിരിച്ചു വന്ന എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടില്ലേ? മറുനാടൻ മലയാളികളെ പലരും നമ്മളെ കാണുമ്പോൾ പറയും, അയ്യോ കേരളത്തിൽ എന്ത് വിഷമാണ്, നല്ല റോഡില്ല, എന്താണ് സ്ഥിതി, സൗകര്യങ്ങളില്ല, സമരമുണ്ട്, പ്രകടനമുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. കോവിഡ് വന്നപ്പോഴോ എല്ലാവരും കൂടി കൂട്ടമായി വന്നില്ലേ? വാളയാർ നിങ്ങൾ കണ്ടില്ലേ? ഇന്നത്തെ സങ്കീർണമായ ലോക സാഹചര്യത്തിൽ ആളുകളെ തിരിച്ചയക്കുന്നത് കാണുന്നില്ലേ? അത്തരം ഒരു ലോക സാഹചര്യത്തെ അഭിമുഖീകരിക്കണം ഈ നാട്. അതിനെ അഭിമുഖീകരിക്കണമെങ്കിൽ ഏറ്റവും മികച്ച സാങ്കേതിക കഴിവുള്ള വിജ്ഞാന സമൂഹത്തെ സൃഷ്ടിക്കണം. ഏത് ഭരണാധികാരിയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യനെ തയ്യാറാക്കി ആ വിപത്തിനെ കൂടി അഭിമുഖീകരിക്കാൻ കെൽപ്പുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ മുൻകൈ എടുത്തിരിക്കുന്നത്? അഭിമാനപൂർവ്വം പറയാൻ കഴിയും, പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പുതിയ കാലത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയെ അഭിമുഖീകരിക്കാനുള്ള കരുത്താർജിക്കാൻ മലയാളിയെ പ്രാപ്തമാക്കുന്നത്. ഇതാണ് കേരളം, ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു നാടിനെ, സമൂഹത്തെ, ലോകത്തെ പുരോഗമന വീക്ഷണത്തിലൂടെ വിശകലനം ചെയ്തുകൊണ്ട് സാമൂഹ്യ മാറ്റത്തിന്റെ സവിശേഷതകളെ, അതിന്റെ തീഷ്ണതകളെ, തീവ്രതകളെ, അതിന്റെ പ്രതിലോമതയെ തിരിച്ചറിഞ്ഞ് പരിശോധിച്ചുകൊണ്ട് മനുഷ്യനെ പരിരക്ഷിക്കാനുള്ള, നന്മയുടെ വഴി വെട്ടിത്തെളിയിക്കാനുള്ള ശാസ്ത്രീയ വീക്ഷണത്തിന്റെ പേരാണ് കമ്മ്യൂണിസം, മാർക്സിസം, ലെനിനിസം. അതിന്റെ കരുത്തിലാണ് ഈ കൊച്ചു കേരളത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത്. അത് വലതുപക്ഷത്തെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. വല്ലാതെ ഇന്ത്യൻ വലതുപക്ഷം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയാണ്. ഈ തീവ്ര ഹിന്ദുത്വത്തിന്റെ പ്രതിലോമതയിലേക്ക് മനുഷ്യനെ വഴിതിരിച്ച് പിന്നിലേക്ക് നടത്തിക്കുമ്പോൾ ഒരു കേരളം പിടിച്ചു നിൽക്കുകയാണ് കീഴടങ്ങാതെ. അപ്പൊ ഇപ്പൊ ഇവിടെ ഒരു ഗൂഢാലോചന നടക്കണം. എന്താ? ഈ കേരളത്തിന്റെ നന്മകളെ നശിപ്പിക്കണം, കേരളത്തിന്റെ ആ മുന്നോട്ട് പോക്കിനെ നശിപ്പിക്കണം. ആ ഗൂഢാലോചന വളരെ കരുത്തോടുകൂടി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ആ ഗൂഢാലോചനയുടെ ലക്ഷ്യം കേരളത്തിലെ CPIM-നെ ദുർബലപ്പെടുത്തുക എന്നതാണ്. CPIM-ന്റെ ജനകീയ അടിത്തറ തകർക്കുക എന്നതാണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ CPM-നുള്ള ആ സ്നേഹം, ആ സ്ഥാനം അതില്ലാതാക്കുക എന്നതാണ്. നമ്മളെല്ലാവരും ഗൗരവം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. CPM-നെ ദുർബലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടില്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അവര് CPM-നെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഒന്നാമത്തെ പ്രയോഗം നടത്തി. അവരാരും കരുതിയില്ല ഒരു ഇടതുപക്ഷ തുടർ ഭരണം ഇവിടെ ഉണ്ടാവുമെന്ന്. കേന്ദ്രാധികാരത്തിന്റെ മുഴുവൻ കരുത്തും നരേന്ദ്രമോദി ഉപയോഗിച്ചു. വിവിധങ്ങളായ കേന്ദ്ര ഏജൻസികളെ ഇവിടെ കൊണ്ടുവന്നു. നമ്മളെ പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടാൻ ശ്രമിച്ചു. ED-യും CBI-യും ഒക്കെ കറങ്ങി ചുറ്റി, നമ്മൾ കണ്ടില്ലേ. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഒരു കാരണവശാലും തെറ്റായ രൂപത്തിൽ ധനമുണ്ടാക്കുന്നവരുടെ പാർട്ടിയല്ല. അത് ഈ നാടിനറിയാം. ഒരു മഹാപൈതൃകത്തിന്റെ തുടർച്ചയാണ് ഈ ഇടതുപക്ഷം. തുടർ ഭരണമുണ്ടായി, ജനങ്ങൾ ശരിക്ക് വിലയിരുത്തി, കാര്യങ്ങളെ മനസ്സിലാക്കി, വോട്ട് ചെയ്തു, ഗവൺമെന്റ് ഉണ്ടാക്കി. ഇപ്പോ ഇവര് ഭയപ്പെടുക, അവിടെ ഇടതുപക്ഷത്തെ തകർക്കണം. ആ ഗൂഢാലോചനയുടെ പ്രയോഗം, ചതിപ്രയോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ വർഗീയതകളും ഒത്തുചേർന്നു, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഒത്തുചേർന്നു, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളും ഒത്തുചേർന്നു. അവരൊത്തുചേർന്ന് നമ്മളെ തോൽപ്പിക്കാൻ നന്നായി പ്രവർത്തിച്ചു.
നിങ്ങൾ ഓർക്കുക, ആ നമ്മളെ തോൽപ്പിക്കാനുള്ള ആ പ്രക്രിയയിൽ കേരളത്തിൽ നടന്നതെന്താ? ഇന്ന് വരെ ഒരു RSSകാരൻ കേരളത്തിൽ നിന്ന് BJP-കാരൻ ഡൽഹിയിൽ ജയിച്ചെത്തിയിട്ടുണ്ടോ? ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ മനുഷ്യ മഹാനന്മയുടെ വിപുലമായ ഭൂമിയിലെ കറുത്ത പാട് പോലെ ഒരു BJP-കാരൻ തൃശ്ശൂരിൽ ജയിച്ചില്ലേ? കോൺഗ്രസിന്റെ പിൻബലമില്ലെങ്കിൽ ജയിക്കോ? വർഗീയവാദികളുടെ പിൻബലമില്ലെങ്കിൽ ജയിക്കോ? ക്രിസ്ത്യൻ സഭയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയില്ലെങ്കിൽ ജയിക്കോ? ആരെയൊക്കെ യോജിപ്പിച്ചു? ആരെയെല്ലാം യോജിപ്പിച്ചു? എത്ര പണം ചെലവഴിച്ചു? ആ കൂട്ടുകൃഷി നോക്കൂ. ഏറ്റവും കൂടുതൽ വോട്ട് കൊടുത്തത് ആരാ? BJP-ക്ക് കോൺഗ്രസ്. ഇതിന് മുമ്പ് രാജഗോപാൽ MLA ആരാ സഹായിച്ചത്? കോൺഗ്രസ്. എന്തായി കാണിച്ചു തന്നിരിക്കുന്ന നമ്മളൊരു മാതൃക? BJP ജയിച്ചോട്ടെ, കമ്മ്യൂണിസ്റ്റുകാർക്ക് എല്ലാം തോൽക്കണം. ആ ജനത നടപ്പിലാക്കില്ല. ആ വർഗീയതയെ മുന്നോട്ടുണ്ടാകാൻ ശ്രമിക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനെ എല്ലാ നിലയിലും തകർക്കുക. നമ്മൾ മുന്നോട്ട് പോയ വഴി അടക്കിയ ഇപ്പൊ കേരളമാണ് കിഫ്ബി ഉണ്ടാക്കിയത്. 90,000 കോടി ഉൾപ്പെടെ നിക്ഷേപം വന്നു. 90,000 കോടിയുടെ 90,000 കോടിയുടെ നിക്ഷേപം വന്നപ്പോ റോഡുകൾ നന്നായി, സ്കൂളുകൾ നന്നായി, ആശുപത്രികൾ നന്നായി, കെട്ടിടങ്ങൾ ഉണ്ടായി. എന്തൊരു വികസനം! എല്ലാ നിയോജകമണ്ഡലങ്ങളിലും 100 കണക്കിന് കോടി രൂപയുടെ വികസനം. പ്രതിപക്ഷമില്ല, ഭരണപക്ഷമില്ല, എല്ലാവർക്കും വികസനം. കേരളം ഏറ്റവും പിന്നിക്കിടക്കേണ്ട എവിടെയാ? ദേശീയപാത. റോഡ് നല്ല റോഡിന്റെ മുന്നിൽ ദേശീയപാത വേണം. നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോ ദേശീയപാതക്കാർ പറഞ്ഞു നമ്മളൊരു സ്ഥലം എടുത്തു തരും. എത്ര കോടി നിക്ഷേപമാണ്? 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ ദേശീയപാതയിൽ. 10-25-30 കൊല്ലായി നികുതി പിരിച്ചുകൊണ്ട് പോവാ. ഓരോ ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ ദേശീയപാത നികുതി പിരിച്ചുകൊണ്ട് പോവാ. കേന്ദ്ര ഗവൺമെന്റ് കയ്യിൽ വെച്ചിരിക്കാം. ഒരു റുപ്യ നിക്ഷേപിക്കാത്ത സംസ്ഥാനം കേരളം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അളക്കാൻ വേണ്ടി പോയി. അളക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു അളക്കാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർ അളക്കാൻ പറ്റില്ല. അവർ നേരെ ലീഗ് ഓഫീസിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ ലീഗുകാർ പറഞ്ഞു അളക്കാൻ പറ്റില്ല. അപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞു അളക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അളക്കാൻ പറ്റൂല, അളവില്ല. 1 ഇഞ്ച് സ്ഥലത്തിലെ 1 ഇഞ്ച്. പിണറായി വന്നു, ഗവൺമെന്റ് വന്നു. അവര് പറഞ്ഞു 5,000-6,000 കോടി നിങ്ങൾ തരണം. ഇവിടെ നല്ല നിർത്തുള്ളൂ കോടികളെ. അങ്ങനെ ഒറ്റ സംസ്ഥാനത്ത് നിന്ന് കോടി മേടിച്ചിട്ടില്ല ഈ നാഷണൽ ഹൈവേ അതോറിറ്റി. അവർ വിചാരിച്ചുമ്പോൾ കാശില്ലാത്ത ബുദ്ധിമുട്ടുള്ള സ്റ്റേറ്റിന് ഗവൺമെന്റ് പറഞ്ഞു തരാം, സ്ഥലമെടുക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോ? 650 കിലോമീറ്റർ നീളത്തിലാണ് സ്ഥലമെടുത്തിരിക്കുന്നത്. 45 മീറ്റർ വീതിയിൽ 650 കിലോമീറ്റർ നീളത്തിൽ ഈ കേരളത്തിൽ സ്ഥലമെടുക്കാൻ പോയുള്ള സ്ഥിതികൾ ആലോചിച്ചു. കിട്ടുവോ? എടുത്തില്ലേ? ചില്ലറ കാര്യമോ? 650 കിലോമീറ്റർ സ്ഥലം എടുക്കുകയാണ്. എന്നിട്ടോ റോഡ് പണിയാണ്. 650 കിലോമീറ്റർ നീളത്തിലുള്ള റോട്ടിൽ ഒരു ചുവന്ന ലൈറ്റ് ഇല്ല. 650 കിലോമീറ്റർ. ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഞാൻ ഈ ദേശീയപാതക്ക് പരിപൂർണമായ സർവീസ് റോഡ് കണ്ടിട്ടില്ല. മനസ്സിലായത്? 650 കിലോമീറ്റർ റോഡും ആ 650 കിലോമീറ്ററിന് സമാന്തരമായ സർവീസ് റോഡുമുള്ള ഇന്ത്യയിലെ ഏക ദേശീയപാതയാണ് ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു. 150 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാം. 150 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ കാഞ്ഞങ്ങാട്ട് നിന്ന് 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താം. മനസ്സിലായോ? കോഴിക്കോട്ട് ഈ സുധാകരൻ കണ്ണൂരിൽ നിന്ന് ഒരു കാർ എടുത്താൽ 45 മിനിറ്റ് കൊണ്ട് കുറ്റിപ്പുറത്തുനിന്ന് കുഞ്ഞാലിക്കുട്ടിയെ കയറ്റാം. 1.5-2 മണിക്കൂർ കൊണ്ട് നമുക്ക് 2 മണിക്കൂർ കഷ്ടി സതീശനെ കയറ്റാം. ആ കാർ തന്നെ. വീണ്ടും 1 മണിക്കൂർ കഴിയുമ്പോൾ ഹരിപ്പാട്ടിൽ നിന്ന് ചെന്നിത്തലയെ കയറ്റാം. 6 മണിക്ക് ഇവിടുന്ന് പുറപ്പെടുന്ന ഒരേ കാറില് സുധാകരന്, ചെന്നിത്തലയ്ക്ക്, കുഞ്ഞാലിക്കുട്ടിക്ക്,
സതീശന് ഒരു 9:45 തിരുവനന്തപുരത്ത് എത്തി സെക്രട്ടേറിയറ്റിലേക്ക് കറുത്ത കാറിൽ കടന്നു പോകുന്ന പിണറായി വിജയനെ കാണാനുള്ള സൗകര്യമുള്ള വേഗതയുള്ള റോഡാണ് ഈ കേരളത്തിൽ ഇപ്പോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റോഡിന്റെ പണിയാണ് നടക്കുന്നത്. സഹിക്കൂലട്ടോ, സഹിക്കൂല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർക്ക് പറ്റൂലട്ടോ. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ഇവിടെ പശുവിനെ കൊണ്ടുപോവാ. ഏത് പശുവിനെ കൊണ്ടുപോകുന്ന കാര്യമുണ്ട്? ഇവിടെ 650 റോഡ് ഉണ്ടാക്കുമ്പോൾ പശുവിനെ കൊണ്ട് എനിക്ക് പശുവിനെ കൊണ്ട് അടുത്ത പറമ്പിൽ പോയിട്ട് തെങ്ങിന്റെ ചോട്ടിൽ കെട്ടാൻ ഇപ്പൊ പറ്റില്ല. കുറച്ച് നടന്നിട്ട് വളഞ്ഞിട്ട് പുറം പോകുന്നത് കണ്ടോ? ദോഷൈക ദിർക്ക് ഇതാണ്. കംപ്ലീറ്റ് ദോഷൈക ദിർക്കുകളാണ്. ആ ദോഷൈക ദിർക്കിന്റെ തലപ്പാവ് ഏറ്റവും കൂടുതൽ കൈപിടിച്ചിട്ടുള്ളത് ടി വിക്കാരാണ്. ആഴ്ച കാറ്റിക്കൊണ്ടിരിക്കുക നമുക്കെതിരായിട്ട്. വളർച്ച വേണ്ടി ഒരു നാടിന് വളർച്ചയിലേക്കല്ലേ പോകുന്നത്? എവിടെ ഒരു കുറവ് നമ്മൾ ഉണ്ടാക്കുന്നത്? പിന്നെ മറ്റേത് വന്നിരുന്നെങ്കിൽ എന്താണ് സ്ഥിതി? ഇതിന്റെ പുറമെ നമ്മുടെ വേഗതന്റെ തീവണ്ടി കൂടി വന്നിരുന്നെങ്കിൽ എന്താ സ്ഥിതി? ഈ കേരളത്തിലെ എല്ലാ മനുഷ്യനും രാവിലെ വീട്ടിൽ നിന്നിറങ്ങി തിരുവനന്തപുരത്ത് പോയി തിരിച്ചെത്താൻ വരും, കൊച്ചി പോയി തിരിച്ചെത്താൻ വരും. അതാണ് എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള കുറ്റം? ഇവർ കാളവണ്ടി മതി എന്ന് പറഞ്ഞാണ് കമ്പ്യൂട്ടറിനെതിരായിട്ട് പറഞ്ഞാണ്. അങ്ങനെ കുറ്റം പറഞ്ഞാണ്. അങ്ങനെ പറയുമ്പോൾ അതിനൊരു ശാസ്ത്രീയ കാഴ്ചപ്പാടുണ്ടാവും. മാറ്റല്ലേ കേരളത്തിലുണ്ടായത്? ഈ വികസനത്തെയും മാറ്റത്തെയും ഇവർ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അവരെന്തായത്? ഈ വികസനത്തിന്റെയും മാറ്റത്തിന്റെയും വഴിയെ തകർക്കാൻ ഗൂഢാലോചന. ഏത് ഗൂഢാലോചന? വർഗീയ ഗൂഢാലോചന. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തകർക്കാൻ മറ്റൊരു പരിശ്രമം കൊണ്ടും ഈ വലതുപക്ഷക്കാർ കഴിയില്ല. ഓരോ മനുഷ്യനെയും വർഗീയവാദിയാക്കുക. നിങ്ങൾ ഹിന്ദു അല്ലേ? ആ ഹിന്ദു. ഏത് ഹിന്ദു? എന്നെ കൊണ്ട് ഹിന്ദുവായി? ഇവിടെ എല്ലാവരും ഹിന്ദു ആയിരുന്നോ? എല്ലാവരും ഹിന്ദു തന്നെ. 924 എന്തിനാ വൈക്കം സത്യാഗ്രഹം? എല്ലാവരും ഹിന്ദു ആണ്. പോയപ്പോ അമ്പലത്തിന്റെ മുന്നിലൂടെ നടന്നു പോകുന്നതിനെ ചവിട്ടി ചെളിയിൽ താഴ്ത്തുന്ന നാടായിരുന്നില്ലേ കേരളം 924 വരെ. 931, 32 ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനായിരുന്നത്? തീയന്മാർക്ക് ഗുരുവായൂർക്ക് പോകാൻ പറ്റിയിരുന്നോ? തട്ടാമാർക്ക് ഗുരുവായൂർ കയറ്റിയിരുന്നോ? ആശാരിനെയും മൂശാരിനെയും ചെറുമനെയും പുലയനെയും ഗുരുവായൂർ കയറ്റിയിരുന്നോ? തീയം പോയാലേ ഇപ്പൊ നിങ്ങൾ പോയി നോക്കുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടക്കേണ്ട ഒരാളുണ്ട്, ഒരു കിലോമീറ്റർ കിഴക്ക്. അതിന്റെ ഒട്ടൊരു ഗരുഡ പ്രതിമുണ്ട്. മഞ്ജുകാരന പേര്, നല്ലൊരു പേരാ. പണ്ട് ആളിന്റെ പേരെന്തായിരുന്നു? നിങ്ങള് തീയന്മാരുടെ ആള്. മനസ്സിലായില്ലേ? തീയന്മാർക്ക് ഗുരുവായൂർ അമ്പലല്ല, തീയന്മാർക്ക് ഗുരുവായൂർ ഒരു ആല. ആലിന്റെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഒരു നമ്പൂരി വരും. നമ്പൂരിന്റെ കയ്യിലേക്ക് പൈസ കൊടുത്താൽ പൊടിക്കും. മനസ്സിലായില്ലേ? ദേഹപുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, പാൽപ്പായസം, തുലാവാര എങ്ങനെ നോക്കിയെന്ന് എനിക്കൊരു പിടിയില്ല. ഇതായിരുന്നു ഗുരുവായൂര്. ആ ഗുരുവായൂരിലെ AKG കൃഷ്ണപിള്ളയൊക്കെ സമരം ചെയ്യുന്നില്ലേ? സമരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പോരാളികളുടെ സമരല്ലേ? എന്തൊരു ചൈതന്യമാണ് ആ കേരളത്തിൽ ഉണ്ടാക്കിയത്. എന്റെ നാട്ടിലൊരു നമ്പൂരി ആ ഗുരുവായൂർ സത്യാഗ്രഹം കാണാൻ പോയി. നമ്പൂരിപ്പാട് അവിടെ ചെന്നിറങ്ങുമ്പോ AKGയെ തല്ലിയിട്ടുണ്ട്. പക്ഷെ തിരിച്ചു തല്ലിയ സ്ഥലത്ത് നമ്പൂരിലുണ്ട്. എന്താ രംഗം! അമ്പലത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം, കേളപ്പന്റെ നിരാഹാരം, AKG കൃഷ്ണപിള്ള, കേരളത്തിന്റെ ഉൽപ്പതിഷ്ണുത്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂരിൽ ചെന്നിറങ്ങിയ വെളുവനാട്ടിലൊരു നമ്പൂതിരി. അത് കണ്ട അത്ഭുതം അദ്ദേഹത്തിന്. ഗുരുവായൂരിക്ക് പ്രവേശനം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു അമ്പലമുണ്ട്. തിരിച്ചു വരുമ്പോ പട്ടാമ്പിയിൽ ഇറങ്ങിയിട്ട് ഒരു നോട്ടീസ് അടിച്ചു അദ്ദേഹം, എന്റെ വീട്ടിലെ അമ്പലം തുറന്നു കൊടുക്കും. സമൂഹത്തിന്റെ ഒരു ഉൽപ്പതിഷ്ണുത്വം നോക്കും, എന്തൊരു കരുത്തം നോക്കും, കേരളത്തിന്റെ ആ പഴയ കാലത്തിന്റെ നന്മയുടെ അളവ് നോക്കും. അദ്ദേഹം നോട്ടീസ് അടിച്ച് വീട്ടിൽ പോയി. പറഞ്ഞ തീയതിക്ക് അമ്പലം തുറന്നു. കയറാൻ ആരും വന്നില്ല. അത് വേറെ. പറഞ്ഞ തീയതിക്ക് അമ്പലം തുറന്നു. 931 കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പക്ഷെ ഉൽപ്പതിഷ്ണുത്വം ഉണ്ട്. അവിടുത്തെ ഉൽപ്പതിഷ്ണുക്കളായ ഇടതുപക്ഷ കോൺഗ്രസിന്റെ ആളുകൾ ആ ദിവസം കുറച്ച് പട്ടികാതിക്കാരെ കുളിപ്പിച്ച് അമ്പലത്തിലേക്ക് ബലമായി കൊണ്ടേക്ക് വെള്ളത്തിൽ ചാട്ടിൽ പനി പിടിച്ചു. അത് വേറെ ചരിത്രം. തോർത്താൻ നേരം ഓടിക്കളഞ്ഞു, പനി പിടിച്ചു. പക്ഷെ നോക്കൂ നിങ്ങൾ, എന്തൊരു ഉൽപ്പതിഷ്ണുത്വമാണത് കേരളത്തിൽ സൃഷ്ടിച്ചത്. എന്റെ മറുഭാഗം എന്താ? ഹിന്ദുവായിട്ട് അംഗീകരിച്ചോ? തീയൻ അംഗീകരിച്ചോ? താണജാതിക്കാർ അംഗീകരിച്ചോ? സനാതന ധർമ്മക്കാര് ഈ പാവങ്ങളെ ആരെങ്കിലും അംഗീകരിച്ചോ? സമരവും പോരാട്ടവും വളർന്നു വന്ന ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷവും ഇല്ലായിരുന്നുവെങ്കിൽ ഇതാവുമായിരുന്നു സ്ഥിതി. അന്ന് ഹിന്ദു ഉണ്ടായിരുന്നില്ലേ?
ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോ നാട്ടിൽ കുറച്ച് നന്മയൊക്കെ വന്നു. ആ ജന്മിത്വത്തെ, അടിമത്തത്തെ, ഐക്യത്തെ കാത്തു സൂക്ഷിച്ച ജന്മിത്വത്തിന്റെ മൂഢമസ്താവകാശത്തിന്റെ അടിവേര് കമ്മ്യൂണിസ്റ്റുകാർ ഉറത്തു. ആ കേരളത്തിൽ ഇപ്പോ നന്മ പുലരുമ്പോ വീട്ടിലേക്ക് വരിക, വാ ഹിന്ദു അല്ല മോനെ, ഹിന്ദു പോകാം, നാലമ്പല യാത്രയ്ക്ക് പോകാം. മനസ്സിലായില്ലേ? കുരുക്കിരിക്കാൻ പോണേ, പോകാതിരിക്കണ്ട, പോണൊരു പോട്ടെ. ഇവരിറങ്ങിയിരിക്കുക, എല്ലാം ഭക്തിമയം. നമ്മളെല്ലാരും ഒന്നല്ലേ? സവർക്കർ പണ്ട് പറഞ്ഞു, നമ്മൾ നടത്തിയത് പോലില്ല, ജാതിയും അയത്തും ഇല്ലാതെയൊക്കെ സവർക്കർ തീരുമാനിച്ചത്. എല്ലാവർക്കും ഒരു പൂണൂൽ കൊടുക്കുക, പ്രശ്നം തീർന്നല്ലോ. എല്ലാവർക്കും ഒരു പൂണൂൽ കിട്ടിയില്ലേ? അവിടെ എല്ലാവരും ബ്രാഹ്മണനായില്ലേ? ഭൂമി കിട്ടുവോ? വിദ്യാഭ്യാസം കിട്ടുവോ? തൊഴിൽ കിട്ടുവോ? ജീവിതം വേണ്ടേ? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണ്. മനുഷ്യനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അതിന് അതിദരിദ്രനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവന്റെ വിയർപ്പിനും കണ്ണീരിനും വിലയുണ്ടാവണം. അവനെ അടിമയാക്കാനാവില്ല എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ കരുത്തിലാണ് ലോകത്തിന്റെ എല്ലാ കോണിലുമുള്ള പോരാളികൾ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്നത്. ആ മനുഷ്യ നന്മയുടെ കരുത്തിന്റെ പ്രതീകമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്.